ഇന്നത്തെ വാർത്ത. ഇന്നലെ ക്രിസ്മസ് അപ്പൂപ്പൻ കരോളിന് വന്നപ്പോൾ ഒരു കുട്ടി ക്രൂരമായി മർദ്ദിച്ച് ആ ക്രിസ്മസ് അപ്പൂപ്പൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അയാൾ പറഞ്ഞു ഇതിന് ഒരു നടപടിയൊന്നും വേണ്ട, കേസൊന്നുമില്ല, വിട്ടേന്ന്. അങ്ങനെ ചോദിച്ചാൽ പറയണം ക്രിസ്മസ് അപ്പൂപ്പൻ അതിലാണ് തെറ്റ്. ക്രിസ്മസ് അപ്പൂപ്പൻ നല്ലതിൽ ഒരു ദേഷ്യം പിടിച്ചിട്ട് കൊണ്ടാണ് ഈ കുട്ടിയെ അടിക്കാൻ നോക്കുന്നത്. പക്ഷേ കൊണ്ട് മറ്റോനേനും ക്രിസ്മസ് അപ്പൂപ്പൻ ഹോസ്പിറ്റലാണ്. അപ്പൂപ്പൻ്റെ വിശേഷം നമുക്ക് കാണാം. നമുക്ക് കാണാം. അപ്പൂപ്പ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ വെറുതെ അപ്പൂപ്പന്റെ വേഷം കെട്ടി. ഇനി ഞാനിങ്ങനെ സ്കൂളിൽ പോവാ. അത് അടിച്ച് ടെൻഷൻ അടിക്കണേ. നിങ്ങളല്ലേ നല്ലതിൽ ദേഷ്യപ്പെട്ടത്? ഞാൻ ദേഷ്യപ്പെട്ടതാണെന്ന് സത്യമാണ്. അപ്പൂപ്പ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, നീ ഒന്ന് പോയി തന്നാ മതി. അപ്പൂപ്പ ചെറിയ കലിപ്പിലാണ് ഗൈസ്. നമുക്കൊന്ന് പോകാം. ഹാവു അവൻ പോയി. എല്ലാരും ഇങ്ങോട്ട് വന്നോട്ടെ. ഇബ്രാഹിം എന്താ കാട്ടിക്കുട്ടിയെന്ന് ഈ ബാലാൽ എന്താ കാണിച്ചു വെച്ചത്? ക്രിസ്മസ് അപ്പൂപ്പന് സ്കൂളിൽ പോവാങ്ങില്ല. ഓക്ക് പഠിക്കണ്ടേ? ഇക്കെന്താ ഒന്നും ഉണ്ടാത്തേ? പണി പാളത്ത് പാളോ. ആ ഒരു ഐഡിയ ഞാനും അവനോട് അപ്പളേ പറഞ്ഞു വേണ്ടാന്ന്. ആ കള്ള ബലാൽ കൊടുത്തു. ഇബ്രാഹിം ഇങ്ങോട്ട് വാടാ. എന്താണ് ഉമ്മാവ? ഇബ്രാഹിമേ, നീ എന്തിനാണ് ക്രിസ്മസ് അപ്പൂപ്പനെ അടിച്ചിട്ടത്? പറയടാ. ന്യൂസ് ചാനലിൽ വരെ വന്ന് ഞാൻ അപ്പളേ പറഞ്ഞു വേണ്ടാന്ന്. ഉപ്പാപ്പാന്ന് എന്നെന്തിലോ ആക്കി ക്രിസ്മസ് അപ്പൂപ്പനെ ആടെ പിടിച്ചു നിർത്തിയത്. അപ്പൊ നിങ്ങളല്ലേ ശരിയാവില്ല. മോങ്ങേക്കോ നിക്കടാ പലാല അവിടെ. നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഞാൻ പോകുന്നു. എടാ ന്യൂസ് ചാനലിൽ വന്നല്ലോ. ഇബ്രാഹിം ക്രിസ്മസ് അപ്പൂപ്പനെ അടിച്ചതില്ലേ? അതാരെന്നറിയോ? ഇബ്രാസാണ്. ഓനിപ്പാട് ഹോസ്പിറ്റലല്ലേ കൊണ്ടിട്ട് ഇബ്രാഹിന്റെ. ഇബ്രാഹിം വീട്ടിൽ പോയേക്കാം. എന്താ മക്കളെ ഇപ്പൊ തന്നെ ഇവിടെ കുഴപ്പമാണ്. ഇബ്രാഹിം ക്രിസ്മസ് അപ്പൂപ്പനെ അടിച്ചിട്ടാ. ഓനിക്കൊരു കേസൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൂപ്പൻ. അതിനാണ് കണ്ടത്. ഇബ്രാഹിം വിളിക്കോ? ഓരോ ബൈക്കാറ്റ് ആ വീട്ടില് ബാക്കിലുണ്ട്, പോയി നോക്കോ. അടി ഇബ്രാഹിം കരിയില്ല, സാരില്ല, അതൊക്കെ പോട്ട്. നീ ഒന്നും ചെയ്യാണ്ടെന്നോ മതി.